ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നറിയാമോ? കണ്ണാറ, അത് തൃശ്ശൂരാണ്. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, എവിടെയാണ്? വെള്ളാനിക്കരയാണ്. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നറിയാമോ? ആനക്കയം, അത് മലപ്പുറം ജില്ലയാണ്. ആനക്കയം മലപ്പുറമാണ്. നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്താ അറിയാമോ? ഇതുപോലുള്ള മറ്റൊരു സ്ഥലമുണ്ട്, അത്തിക്കയം. അത്തിക്കയം പത്തനംതിട്ട ജില്ലയിലാണ്. അത്തിക്കയമല്ല, ആനക്കയം. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, അത് മലപ്പുറമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂര്, കണ്ണൂർ. എവിടെയാണ്? പന്നിയൂര്, കണ്ണൂർ. കേരളത്തിലെ വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കരമന, തിരുവനന്തപുരം. എവിടെയാണ്? കരമന, തിരുവനന്തപുരം. കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നറിയാമോ? എവിടെയാണ്? കോട്ടയമാണ്. കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം, ആൻസർ കോട്ടയമാണ്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, അതെവിടെയാണെന്നറിയാമോ? എവിടെയാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ, വയനാട്. അമ്പലവയൽ, വയനാട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ് കേട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന വിള കുരുമുളകാണ്. ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്നതിന് ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. ഓർത്ത് വെച്ചോണം, ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. അതുപോലെ തന്നെ കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മണ്ണൂത്തി, അതെവിടെയാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ വനം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പീച്ചി, അതെവിടെയാണ്? തൃശ്ശൂര്. പീച്ചി എവിടെയാണ്? തൃശ്ശൂര്. പീച്ചി തൃശ്ശൂരാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ